ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തുടരുമെന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. സിനിമയിലെ ലോജിക് മിസ്റ്റേക്കുകൾ പലതും ഉണ്ട് എന്നൊക്കെ കുറേ പേര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇതുവരെ കേട്ട ഒരു ലോജിക് മിസ്റ്റേക്ക് അല്ല എനിക്കിതിൽ പറയാനുള്ളത്. കാരണം നിങ്ങൾ ഇതുവരെ, എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ ഇതുവരെയും ഈ ലോജിക് മിസ്റ്റേക്ക് നിങ്ങൾ കേട്ട് കാണൂല. കാരണം ഇത് എനിക്ക് മാത്രം തോന്നിയ ഡൗട്ടാണ്. പക്ഷെ ചിന്തിച്ചാൽ നിങ്ങൾക്കും ഈ ഒരു ഡൗട്ട് തോന്നാം. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇത് റിവ്യൂവിൽ പറഞ്ഞില്ല? എനിക്കിത് ആദ്യമേ തോന്നിയ ഡൗട്ടാണ്. ഇത് സിനിമ കണ്ടപ്പോഴേ എനിക്ക് ഒരു ചെറിയൊരു കല്ലുകടി തോന്നിയതാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമ 99%, 99.99% നല്ല രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയെ 0.1%ലുള്ള ഒരു ലോജിക് മിസ്റ്റേക്കിന്റെ എടുത്തു വെച്ചിട്ട് ആ സിനിമ ഈ ലോജിക്ക് അവർ നോക്കിയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റൂല. കാരണം ഒരു സിനിമയെ എപ്പോഴും നമ്മളിപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു 30% പോലും എന്നെ തൃപ്തിപ്പെടുത്താത്ത ഒരു സിനിമ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ അത്രയ്ക്കും ഇതായിട്ടുള്ള ഹേറ്റ്, ഇത് എന്റെ മനസ്സിൽ ആ സിനിമയിൽ തോന്നിയ ഹേറ്റ് ഞാൻ അതുപോലെ തന്നെ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ തുടരുന്നു പറഞ്ഞ സിനിമ അങ്ങനെയല്ല. എനിക്ക് 99.99% എനിക്കത് നല്ല സിനിമയായിരുന്നു. ബാക്കി ആ 0.1%ലാണ് എനിക്ക് ഒരു കല്ലുകടി തോന്നിയത്. ആ കല്ലുകടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീ തുടരുന്നു പറഞ്ഞ സിനിമയ്ക്ക് നീ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ്, അങ്ങനെ എന്നെ അറിയാന്നുള്ളവർ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർ അങ്ങനെ പറയില്ല. കാരണം തുടരുന്നു പറഞ്ഞ സിനിമയ്ക്ക് നമ്മൾ ഈ ചാനലിൽ നിന്ന് ഒരു 0.1% പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഒരു 150% പോസിറ്റീവ് മാത്രമേ നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ റെക്കോർഡ് ഇൻഡസ്ട്രിയിൽ ഹിറ്റ് അടിക്കുമെന്ന് പോലും പറഞ്ഞത് ഞാനാണ്. പിന്നെ അപ്പൊ എവിടെയാണ് നിങ്ങൾ ലോജിക് മിസ്റ്റേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് തുടരുന്ന സിനിമയെ കുറിച്ച് മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പം ഈ ഒരു തുടരുന്ന പറഞ്ഞ സിനിമയിൽ ലോജിക് മിസ്റ്റേക്ക് മാത്രം എന്താണെന്ന് നോക്കി വന്നവരോടത്ത് ആദ്യം പറയാം. കാരണം അതിന് നമ്മൾ വെച്ചിട്ട് വേറെ ന്യൂസുകൾ പറഞ്ഞത് അല്ലെങ്കിൽ വേറെ വാർത്തകൾ പറഞ്ഞതിന് ശേഷം അത് അവസാനം പറയുന്നത് അങ്ങനത്തെ പരിപാടി ഇല്ല. അത് തന്നെ ആദ്യം പറയാം. അപ്പൊ അത് മാത്രം കാണാൻ വന്നിരിക്കുന്നവർക്ക് അത് കേട്ടിട്ട് പോവാം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ ലോജിക് മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരാം. ചിലപ്പോൾ ഒരു മിനിറ്റോ 2 മിനിറ്റോ എടുക്കും. നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള തുടരുന്നുള്ള സിനിമയിൽ ലാലേട്ടൻ ഒരു ലോഡ്ജിൽ മറ്റേ പോലീസുകാരനെ അകത്താക്കി കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ജോർജ് സാറിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ജോർജ് സാറിനെ വിളിച്ചു വരുത്തുന്ന സമയത്ത് ജോർജ് സാറ് ഒറ്റയ്ക്ക് കയറി വന്നതിന് ശേഷം 2 വണ്ടി പോലീസുകാർ വന്നാണ് മോഹൻലാലിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അത് നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യമാണോ? അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. 2 വണ്ടി പോലീസുകാർ വന്നാണ് അത്രയും വലിയൊരു ഫൈറ്റിനൊടുവിൽ മോഹൻലാലിനെ പിടിക്കാൻ പറ്റിയത്. അത് ഓക്കെ ആണല്ലോ. പിന്നെ രണ്ടാമത് സ്റ്റേഷൻ ഫൈറ്റ്. ഇത്രയും വലിയൊരു ഭീകര ടീമിനെ എന്ന് വെച്ചാൽ ലാലേട്ടനെ കൊല്ലാൻ വന്ന ഒരു ഭീകര ടീമിനെ അടിച്ച് സ്റ്റേഷൻ ഇട്ട് മെഴുകിയിട്ടാണ് ലാലേട്ടൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. സ്റ്റേഷൻ ഫൈറ്റ് കഴിഞ്ഞ് ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലാലേട്ടൻ, അതായത് നമ്മുടെ ഷൺമുഖൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 2-3 പേരായിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം പോലീസുകാർക്ക് പോലും തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഒരാളാണ് ജോർജ് സാറിനെ. ആ ഇതിനകത്തിട്ട്, അതായത് ആ ലോഡ്ജിനകത്തുള്ള ഫൈറ്റിൽ ജോർജ് സാറിന് കൈ പോലും പൊക്കാൻ പറ്റാത്ത രീതിയിലാണ് ലാലേട്ടൻ അടിച്ച് ഒതുക്കിയത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇതിൽ നിന്നും നമുക്ക് ക്ലൈമാക്സിലോട്ട് പോവാം. ക്ലൈമാക്സിൽ ലാലേട്ടൻ ഈ ജോർജ് സാറിന്റെ വീട്ടിൽ കയറി മോളെ കൊല്ലാൻ പോകുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് ശോഭനയെയും അല്ലെങ്കിൽ ലാലേട്ടന്റെ കുടുംബത്തെ ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം പോലീസുകാരുടെ കൂടെയാണ് ജോർജ് സാർ നിന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഏ അപ്പോൾ ലാലേട്ടൻ വിളിക്കുന്നു, ഞാൻ നിന്റെ വീട്ടിലുണ്ട്, നിനക്കും തൊട്ടാൽ നോവുന്ന ഒരാളുണ്ടല്ലോ എന്ന് ലാലേട്ടൻ പറയുന്നു. ജോർജ് സാർ, എടാ എന്റെ മോളെ നീ ഒന്നും ചെയ്യരുത്, നമുക്ക് എല്ലാം പറഞ്ഞു തീരുന്നു, നീ എന്റെ മോളൊന്നും ചെയ്യരുത് എന്ന് ജോർജ് സാറ് ഇത് കുറച്ച് ഇമോഷണൽ ആയിട്ട് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്ന ഒരു രംഗമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന രംഗം എന്ന് വെച്ചാൽ ജോർജ് സാർ ഒറ്റയ്ക്ക് ജീപ്പ് ഓടിച്ച് ജോർജ് സാറിന്റെ വീട്ടിലോട്ട് പോകുന്നു. അവിടെയാണ് എനിക്ക് ലോജിക് മിസ്റ്റേക്ക്. കാരണം ജോർജ് സാറ് ലോഡ്ജിൽ മോഹൻലാലിനെ പിടിക്കാൻ പോയപ്പോൾ പോലും 2 വണ്ടി പോലീസുകാരെ കൊണ്ടുപോയിട്ട് പോലും സാഹസികമായിട്ടാണ് പിടിക്കാൻ പറ്റിയത്. അങ്ങനെയുള്ള ലാലേട്ടനെ പിടിക്കാൻ വേണ്ടി ജോർജ് സാർ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ആ വയോധികൻ എന്ന് പറയുന്നില്ല, കുറച്ച് ടെററാണ്, പക്ഷെ ഒരാളിനെ ഇത് ആരോഗ്യകരമായിട്ട് കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത ജോർജ് സാർ ഒറ്റയ്ക്ക് ജീപ്പ് എടുത്തും കൊണ്ട് മോഹൻലാലിനെ പിടിക്കാൻ വേണ്ടി ജോർജ് സാറിന്റെ വീട്ടിൽ പോകുമോ? ശരി, ആ സമയത്ത് ഇതിൽ ചിലപ്പോൾ മറന്നുപോയി കാണും പോലീസുകാരെ വിളിച്ച് പറയാൻ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, കൂടെ നിന്ന പോലീസുകാരെവിടെ? ശോഭനയെയും അല്ലെങ്കിൽ കുടുംബത്തെയും അടിച്ചു കൊണ്ടുനിന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെ പോലും വിളിക്കാതെ നിങ്ങൾ സ്റ്റേഷനിൽ പോയിക്കോ, ഞാൻ പോയി ഷൺമുഖനെ പിടിച്ചിട്ട് വരാം, ഷൺമുഖൻ എന്റെ വീട്ടിലുണ്ട്, കോഴിയെ പിടിക്കാൻ പോണത് പോലെ പോവോ?
കോഴിയെ പിടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ കൂട് തുറന്ന് കോഴി വെളിയിറങ്ങി കോഴിയെ പിടിച്ച് അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നത് പോലെ പോലീസുകാരെ പറഞ്ഞ് സ്റ്റേഷനിൽ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഷൺമുഖനെ പിടിക്കാൻ വേണ്ടി ജോർജ് സാറ് പോവുമോ? അതാണ് എൻ്റെ ലോജിക് മിസ്റ്റേക്ക്. ആ ലോജിക് മിസ്റ്റേക്ക് ഒരു 0.1% മാത്രമാണ് സിനിമയിലെ 100%. 0.1%. ഇതിനകത്ത് ഈ ഒരു ലോജിക് മിസ്റ്റേക്ക് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞ് നികത്താൻ പറ്റൂല. പിന്നെ വേണമെങ്കിൽ മുട്ടാപ്പൊക്കെ ന്യായങ്ങൾ പറഞ്ഞിട്ട് അയ്യോ ജോർജ് സാർ ടെൻഷനായി പോയി, ആ സമയത്ത് കൂടെ കൂട്ടി പോലീസുകാരെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോർജ് സാറ് അതേപോലെ ഷൺമുഖൻ വയലന്റായി മോളെ കൊന്നാലോ എന്ന് പേടിച്ചാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക്. അപ്പൊ ഞാൻ പറയും, എന്നാ ആദ്യം ജോർജ് സാർ പോട്ടെ, 10 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റേഷൻ ഫൈറ്റ്, മറ്റേ ജോർജ് ഫൈറ്റ് പോലെ 10 മിനിറ്റ് കഴിഞ്ഞ് പോലീസുകാർ പോയാൽ മതി. അതുപോലും പോകാതെ അത്രയും മണ്ടനാണോ ജോർജ് സാർ? അത്രയും താഴ്ന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണോ ജോർജ് സാറിനെ അതിൽ അവതരിപ്പിച്ചത് എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ നെഗറ്റീവ് ഞാൻ എന്തുകൊണ്ട് ആദ്യമേ സിനിമയുടെ റിവ്യൂവിൽ പറഞ്ഞില്ല എന്ന് നിങ്ങൾ മമ്മൂട്ടി ഫാൻസുകാർ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. സിനിമയെ ഒരിക്കലും നമ്മൾ ദ്രോഹിക്കുന്ന പരിപാടി ഇല്ല ഈ ചാനലിൽ. നമ്മൾ ഒരു സിനിമ ഒരു 80% തൃപ്തിപ്പെടുത്തിയ പോലും നമ്മൾ ആ സിനിമയെ നെഗറ്റീവ് പറയൂല. പിന്നെ ഏറ്റവും താഴെ ഒരു 30% പോലും നമ്മൾ തൃപ്തിപ്പെടുത്താത്ത സിനിമകളെ മാത്രമേ നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൂ. അതിന് ഉത്തമ ഉദാഹരണമാണ് എമ്പുരാൻ. ഇപ്പൊ നിങ്ങൾ പറയും എമ്പുരാൻ തുറന്നിട്ട മാർക്കറ്റിൽ കൂടെയാണ് തുടരും പോയതെന്ന്. എമ്പുരാൻ എന്ത് മാർക്കറ്റ് തുറന്നിട്ടാണ് നിങ്ങൾ പറയുന്നത്? ശരി, 260 കോടി രൂപ എമ്പുരാൻ നേടിയെന്ന് നിങ്ങൾ പറയുന്നു. അല്ല, നേടിയെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കേരളത്തിൽ നിന്നും വെറും 80 കോടി, അതായത് ഒരു 90-91 കോടി അല്ലെങ്കിൽ 100 കോടി രൂപ പോലും അടിക്കാൻ സാധിക്കാതെയാണ് എമ്പുരാൻ പോയതെന്ന് നിങ്ങൾക്കറിയാം. അതായത് 2018 റെക്കോർഡ് പോലും കേരളത്തിൽ അടിച്ചിട്ടില്ല എമ്പുരാൻ. അവിടെയാണ് 120 കോടി രൂപ തുടരും അടിച്ചത്. 2018 റെക്കോർഡ് പോലും അടിക്കാത്ത എമ്പുരാൻ ഏത് മാർക്കറ്റാണ് കേരളത്തിൽ തുറന്നിട്ടത് തുടരുന്നതിന് വേണ്ടി? അത് പോട്ടെ, 2018 നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനും ഒക്കെ ഓവർസീസിൽ എത്രയാണ് കാശ് നേടിയത്? മാക്സിമം പോയാൽ ഒരു 10-15 കോടി രൂപ ഓവർസീസിൽ നിന്നും എമ്പുരാൻ കൂടുതൽ കിട്ടിക്കാണും. ആ 15 കോടി രൂപയുടെ മാർക്കറ്റാണോ തുടരുവിന് വേണ്ടി എമ്പുരാൻ തുറന്നിട്ട് കൊടുത്തത്? അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ എമ്പുരാന്റെ മാർക്കറ്റിംഗ് വിശദീകരണം പറയുന്ന കുറെ പൊട്ടന്മാരോട്. ഇതിനകത്ത് ലാലേട്ടൻ ഫാൻസിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടി ഫാൻസിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു മമ്മൂട്ടി ഫാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും കടന്നു വരണ്ട. ഞാൻ ഈ സിനിമയിൽ ഈ ചാനലിൽ ഒരിക്കലും ഒരു മമ്മൂട്ടി ഫാനായിട്ടോ മോഹൻലാൽ ഫാനായിട്ടോ അല്ല ഞാൻ സംസാരിക്കുന്നത്. രണ്ട് തരത്തിൽ നിൽക്കുന്ന പൊട്ടന്മാരെ കുറിച്ചാണ്, നിങ്ങളെക്കുറിച്ചല്ല. നിങ്ങൾ നല്ല മോഹൻലാൽ ഫാനായിരിക്കും, നിങ്ങൾ നല്ല മമ്മൂട്ടി ഫാനായിരിക്കും, നിങ്ങളെക്കുറിച്ചല്ല ഞാൻ ഇതിൽ പറയുന്നത്. ഇതിൽ പറയുന്നതെല്ലാം പൊട്ടന്മാരായിട്ടുള്ള മോഹൻലാൽ ഫാൻസിനെയും അല്ലെങ്കിൽ കുരുടന്മാരായിട്ടുള്ള മമ്മൂട്ടി ഫാൻസിനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.